തമിഴ്നാട്ടിൽ ജനപ്രിയ പദ്ധതികളുടെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് മുഖ്യമന്ത്രി വിജയ് എത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 3 സൗജന്യ LPG സിലിണ്ടറുകൾ, ട്രാൻസ്ജെൻഡറുകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങി തികച്ചും വിപ്ലവകരമായ ക്ഷേമ പദ്ധതികൾക്കാണ് വിജയ് സർക്കാരിന്റെ ഭാഗമായി തമിഴ്നാട് നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് അന്നപൂർണി സൂപ്പർ 6 എന്ന പേരിലുള്ള ഈ LPG പദ്ധതി നടപ്പിലാക്കുന്നത്. 2027 പൊങ്കൽ ദിനത്തിൽ ഔദ്യോഗികമായി ആരംഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 1,30,00,000 കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും. അർഹരായ കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3 സിലിണ്ടറുകളുടെ തുക നേരിട്ടെത്തിക്കുന്ന ഈ പദ്ധതിക്കായി 4,000 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് നീക്കിവെക്കുന്നത്. ഗൾഫ് മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം പാചകവാതക ലഭ്യതയിലുണ്ടായ കുറവും വിലക്കയറ്റവും ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് കണക്കിലെടുത്താണ് സാമ്പത്തിക ഭാരം മറികടന്നും ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം ട്രാൻസ്ജെൻഡറുകൾക്കുള്ള സൗജന്യ ബസ് യാത്രയാണ്. ഇതിനോടൊപ്പം ജനശ്രദ്ധ നേടിയ വെട്രി പയനം തിട്ടം പദ്ധതിയുടെ വിപുലീകരണവും സർക്കാർ പ്രഖ്യാപിച്ചു. ഇനി മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ മാത്രമല്ല എക്സ്പ്രസ്, LSS, ഡീലക്സ് ബസ്സുകളിലും സൗജന്യമായി യാത്ര ചെയ്യാം. ജില്ലാതിർത്തികൾ കടന്നുള്ള യാത്രകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. ഒക്ടോബർ 2 മുതൽ ഈ വിപുലീകരിച്ച പദ്ധതി നിലവിൽ വരും. കൂടാതെ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച പരന്തൂർ വിമാനത്താവള പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചതായി മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കർഷകരും പ്രാദേശിക നിവാസികളും ഉന്നയിച്ച ആശങ്കകൾ പരിഗണിച്ചാണ് ഈ തീരുമാനം. കർഷകരാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്നും അവരെ വഴിയാധാരമാക്കിക്കൊണ്ടുള്ള വികസനം സർക്കാരിന് ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയ വിജയ് വിമാനത്താവള നിർമ്മാണത്തിനായി പുതിയ സ്ഥലം കണ്ടെത്തുമെന്നും സഭയെ അറിയിച്ചു.